അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ത്രീ മുഖം മറക്കലുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരി നൗഷാദ് പറയുന്നത് കേൾക്കുക. പഴയ കാലത്തെ പണ്ഡിത പ്രഭുക്കൾ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന കൃത്യമായ വിവരണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തുഹ്ഫയുടെ ഇബാറത്ത് മഹാനരായ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഭാഷ ഒറ്റവരി ഞാൻ വായിക്കുന്നു. ഇമാം നവവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അൻ ഇയാദ് തങ്ങളിൽ നിന്ന് ഇജ്മാഇനെ ഏകാഭിപ്രായത്തെ അലാ അന്നഹു ലാ യൽസമുഹാ ഫീ ത്വരീഖിഹാ സത്റു വജ്ഹിഹാ, സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ കുലപതിയായ ഇബ്നു ഹജറാണ് തുഹ്ഫയിൽ എഴുതി വെച്ചത്. ഇജ്മാ ഉണ്ടെന്നാ പറഞ്ഞത്. വഇന്നമാ ഹുവ സുന്ന, അത് സുന്നത്താണ്. ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്കതിന് പുണ്യമുണ്ട്, ധരിക്കാം. പക്ഷേ ഒരു പെണ്ണ് ധരിക്കാതെ നടന്നാൽ അവളെ ക്രൂശിക്കാനോ അവർ ചെയ്തത് ശരീഅത്ത് വിരുദ്ധമാണെന്ന് പറയാനോ ഒരുത്തനും അധികാരമില്ല. ഇപ്പൊ നൗഷാദ് ഒരു വരി വായിച്ചു. ഇനി അടുത്ത വരിയിൽ എന്താണ് എന്ന് നൗഷാദ് വായിക്കാത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട കൂട്ടുകാരെ മജീദ് ഹസൻ ഉസ്താദ് വിശദീകരിക്കുന്നത് കൂടി കേൾക്കുക. ആ ഒരു വരി എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ നൗഷാദ്. ഞാൻ ഒറ്റ വരി വായിക്കാന്ന്, ആ ഒറ്റ വരി എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അടിക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തരികട നടക്കൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറയണ്ടേ, സംഭവം ഇങ്ങനൊക്കെ തന്നെയാണെങ്കിലും ഒരു പെണ്ണ് അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു അന്യപുരുഷൻ ആ പെണ്ണിനെ നോക്കുമെന്ന് പെണ്ണിന് ഉറപ്പുണ്ട് എങ്കിൽ ആ പെണ്ണിന് അവളുടെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് വളരെ കൃത്യമായി ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഒറ്റ വരിന്റെ നേരെ താഴെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കൂല, വായിച്ച പൊളിയിലെ. എന്ന് മാത്രമല്ല ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ആ അഭിപ്രായം ദഈഫാണ് എന്ന് വരെ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ആരാ റംലി ഇമാം എന്നറിയോ കാട്ടുവളപ്പിൽ നൗഷാദിന്? ആ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ നിഹായയിൽ ഈ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ അവസാനം പറയണ്ടേ വകലാമുൽ ഖാദി ദഈഫുൻ. നൗഷാദ് വമ്പൻ തട്ടിപ്പാണ് നടത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ വരിയാണ് വായിക്കുന്നത്. ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവരെ പിന്നെ ഈ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു മുഹമ്മദ് തൊഴിയൂർ, അദ്ദേഹം സ്ത്രീകളുടെ ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കാം. ഈ മഹത്തായ മജ്‌ലിസിലെ ഇൽമു കേൾക്കാൻ വരുന്ന സഹോദരിമാരെ, തങ്ങളുടെ ദുആഇന് ആമീൻ പറയാൻ വരുന്ന ഉമ്മമാരെ, സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മദീനയിൽ കിടന്നുകൊണ്ട് റസൂലുള്ള ഈ സദസ്സ് കാണുമ്പോ റസൂലുള്ളാടെ മനസ്സ് വേദനിക്കാതിരിക്കണോ? നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ. അത് ഇവിടേക്കെന്ന് മാത്രമല്ല, നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ, അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ, കല്യാണ വീട്ടിലേക്കാകട്ടെ, അതേ സൽക്കാരത്തിനാകട്ടെ, ഏത് വിഷയത്തിന് വീട് വിട്ടുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടോ, ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒരൊറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ. മുഖം മറക്കാതെ, കൈമറക്കാതെ, തലമറക്കാതെ, മറുമറക്കാതെ, ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ റസൂലുള്ളത് പൊരുത്തപ്പെടൂല. ഇതെന്റെ ഉമ്മമാര് ചിന്തിക്കണേ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, റസൂലുള്ളയായിരിക്കണം നമ്മുടെ ഡ്രസ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്. ഇത്ര ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടൂല എന്നാണ് ഈ കുഞ്ഞു മുഹമ്മദ് മൗലവി തൊഴിയൂര് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, അത് കുരുവട്ടൂരിയുടെ പഴയ നിലപാടല്ലേ എന്ന്. ഒരിക്കലുമല്ല. ഇപ്പോൾ അടുത്ത് നടന്ന ആ പ്രതിഷേധത്തിൽ കുഞ്ഞമ്മദ് പ്രസംഗിച്ചത് ഞങ്ങളെ പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ്. അപ്പൊ ഞങ്ങളെ പഴയ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഏത് രൂപത്തിൽ ഇറങ്ങണം, ഞങ്ങൾക്ക് അന്ന് പറയാനുള്ളതും ഇന്ന് പറയാനുള്ളതും എന്നും പറയാനുള്ളത് ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലായിരിക്കണം, മാന്യമായ വേഷം ധരിച്ചായിരിക്കണം സ്ത്രീ പുറത്തിറങ്ങേണ്ടത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു നിലപാടിലും മാറ്റമില്ല.
കുരുവട്ടൂർ സമദിൻ്റെ ധീരമായ ഇടപെടൽ എന്ന പുസ്തകത്തിലെ 24-ാമത്തെ പേജിൽ നിന്നും വായിക്കുന്നതാണ്. അതിൻ്റെ നേരെ തുടക്കത്തിൽ കാണാം പണ്ഡിതരും ഷിആറും എന്ന ഹെഡിങ് കൊടുത്തിട്ട്. അതിൻ്റെ നേരെ താഴെ ദീനി പണ്ഡിതർക്ക് പ്രത്യേക ഷിആർ ബ്രാക്കറ്റിൽ വസ്ത്രധാരണം ഉണ്ട്. കേരള പണ്ഡിതരിൽ അത് വെള്ളത്തുണിയും ജുബ്ബയും തലപ്പാവുമാണ്. ബഹുമാന്യരായ താജുൽ ഉലമായുടെ പിൻഗാമികൾ ഇന്നും ഈ ഷിആറിൻ്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നുണ്ട്. പക്ഷേ ചില ദഅ്വ കോളേജുകൾ വഴി നമ്മിലേക്കും അപായം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് അനുവദിക്കരുത്. ഇങ്ങനെയൊക്കെ എഴുതിയ സമദിൻ്റെ ഇന്നത്തെ നിലപാട് എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേൾക്കുക. ഒരു ധാരണ ഉണ്ടാവും. ഒരു കുട്ടിനെ ദർസിലാണ് കൊണ്ടാക്കിയാൽ ആ കൊണ്ടാക്കിയ ദിവസം മുതൽ മരണം വരെ ആ കുട്ടി കഫം ഉടയില്ല. വെള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഇട്ടാൽ വീട്ടുകാരും ചൂടായി, ദർസിൽ ഉസ്താദും ചൂടായി. അങ്ങനെ പറഞ്ഞിട്ടില്ല. കളറുകൾ നമുക്ക് വേണ്ടപ്പെട്ടതാണ്, അതേസമയത്ത് വെള്ളക്ക് പ്രാധാന്യമുണ്ട്. കേട്ടല്ലോ സമദ് പറഞ്ഞത്, കളറുകൾ വേണ്ടപ്പെട്ടതാണ്. ഈ സമദിൻ്റെ ആ പേജിൽ തന്നെ എഴുതുന്നതുണ്ടോ, മുൻഗാമികളിൽ നിന്നും നമുക്ക് ലഭിച്ച മഹത്തായ ഷിആറിനെ തീരെ പരിഗണിക്കാത്ത ധാരാളം ബിരുദധാരികൾ ഇന്നുണ്ട്. വളരെ മോശമാണിവരുടെ വസ്ത്രധാരണം. ഇങ്ങനെയൊക്കെ എഴുതിയ സമദാണിപ്പോൾ വന്നുകൊണ്ട് വെള്ള ഡ്രസ്സിനെയും അതിടുന്ന ആളുകളെയൊക്കെ പരിഹസിക്കുന്നത്. പരിഹസിക്കാൻ കാരണമുണ്ട്. ഇവരെ ഷെയ്ഖ് പറഞ്ഞു, ഈ ഷവ്വാൽ 1.5 ഷവ്വാൽ എന്ന് പറഞ്ഞല്ലോ, മൂപ്പര് നേരെ ഗ്ലോബൽ വില്ലേജിലേക്ക് മറ്റുമൊക്കെ പോയപ്പോൾ ഇട്ട ഡ്രസ്സ് എന്തായിരുന്നു? ആ ഡ്രസ്സിനെ പലരും ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് മറുപടി ആയിട്ടാണ്, അങ്ങനൊന്നും പ്രശ്നമില്ല, കളറിട്ടാലും പ്രശ്നമില്ല, ചട്ടിത്തൊപ്പി ഇട്ടാലും കുഴപ്പമില്ല, എന്തിട്ടാലും കുഴപ്പമില്ല എന്ന് ആ ഒരു നിലപാടിലേക്ക് സ്വമതി എത്തിയത്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇവരുടെ എല്ലാ വിഷയം ഇങ്ങനെ തന്നെയാണ്. പലതിലും ഇവരെന്ത് ചെയ്യും, ഒരാത്മാർത്ഥതയില്ലാതെ സംസാരിക്കലാണ്. അതുകൊണ്ട് നാമൊക്കെ മനസ്സിലാക്കുക, ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഹക്ക് പറയണമെന്ന ഉദ്ദേശത്തോടെയല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇത് വ്യക്തിവിരോധം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടുള്ള വിരോധമാണ് ഇവരിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികൾ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. അതാദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഹോട്ടലിൽ ചായ കുടിക്കുമ്പോൾ ഭാര്യ ഉണ്ടെങ്കിലും അവിടെ മുഖം താത്തിട്ട് ഇരിക്കണം തന്നെ നടക്കുന്ന കാര്യമില്ലല്ലോ. അവിടെ ചായ എടുക്കുമ്പോൾ മുഖം തുറന്ന് അത് ഫോട്ടോ എടുത്തിട്ട് മൊത്തം എല്ലാ സ്ഥലത്തും എത്തിക്കുക. ഇതാണ് ഒരു മതത്തിന്റെ നിയമങ്ങൾ. മതത്തിന് അങ്ങനെ ഒരു നിയമമില്ല. മതത്തിന്റെ മാന്യമായ വസ്ത്രം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പറയുന്നു. ഇവിടെ ഒന്ന് പറഞ്ഞത്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അവരെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അവരുടെ നിയന്ത്രണങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം വന്നുകൊണ്ട് വിലപിക്കുന്നത്. എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ നേതാവ് കോമാട്ടുജാൻ മൗലവി പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഥവാ സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ മൂപ്പരുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറയട്ടെ, കോമാട്ടുജാൻ മൗലവി വരട്ടെ. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയല്ലേ ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കോമാട്ടുജാൽ മൗലവിയാണ്, മൂപ്പരെ നിയന്ത്രണത്തിലാണ്. പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചത്? പറയണ മറുപടി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.